ജ്യോതിഷപ്രകാരം പുണർതം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി കരുതപ്പെടുന്നത് 3 വ്യാഴമാണ് 3 എന്ന സംഖ്യയുടെ അധിപൻ. പുണർതം നക്ഷത്രത്തിന്റെ അധിപനും വ്യാഴമായതിനാൽ 3 എന്ന സംഖ്യ ഇവർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. സംഖ്യാശാസ്ത്രത്തിൽ 3 എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് അറിവ്, വിജ്ഞാനം, വളർച്ച, വികാസം, ശുഭാപ്തി വിശ്വാസം, ക്രിയാത്മകത, ആശയവിനിമയം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഗുണങ്ങളെല്ലാം പുണർതം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളുമായി ചേർന്നു പോകുന്നു. വ്യാഴം വിജ്ഞാനം, സമ്പത്ത്, ആത്മീയത, ഭാഗ്യം എന്നിവയുടെ ഗ്രഹമാണ്. ഭാഗ്യസംഖ്യ 3 വ്യാഴത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇത് പുണർതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സഹായിക്കുന്നു. 3 എന്ന സംഖ്യ വളർച്ചയെയും വികാസത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തുടർച്ചയായി പഠിക്കാനും മുന്നോട്ടു പോകാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ക്രിയാത്മകതയുടെയും ആശയവിനിമയത്തിന്റെയും സംഖ്യയാണ് 3. പുണർതം നക്ഷത്രക്കാർക്ക് അവരുടെ ആശയങ്ങൾ ഫലപ്രദമായി പ്രകടിപ്പിക്കാനും പുതിയ ആശയങ്ങൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. 3 എന്ന സംഖ്യ ശുഭാപ്തി വിശ്വാസത്തെയും പോസിറ്റീവ് ചിന്തകളെയും സൂചിപ്പിക്കുന്നു. ഇത് പുണർതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നു. പുണർതം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസംഖ്യയായ 3 പല രീതിയിലും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഉദാഹരണത്തിന് വിവാഹം, പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക, പുതിയ വീട്ടിലേക്ക് മാറുക തുടങ്ങിയ കാര്യങ്ങൾക്ക് 3, 12, 21, 30 തുടങ്ങിയ തീയതികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 3 എന്ന സംഖ്യ വരുന്ന തീയതികൾ അല്ലെങ്കിൽ 3 എന്ന സംഖ്യയിൽ അവസാനിക്കുന്ന തുകകൾ പരിഗണിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. സ്ഥാപനങ്ങളുടെ പേരോ വാഹനങ്ങളുടെ നമ്പരോ തിരഞ്ഞെടുക്കുമ്പോൾ 3 എന്ന സംഖ്യ വരുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിശാലികളും അറിവുള്ളവരുമായിരിക്കും. അവർക്ക് നല്ല സംസാരശേഷിയും ആളുകളെ ആകർഷിക്കാനുള്ള കഴിവും ഉണ്ടാകും. ദയയും സ്നേഹവും ഉള്ളവരായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ അവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനും അവർക്ക് താല്പര്യമുണ്ടാകും. പുണർതം നക്ഷത്രക്കാർക്ക് മികച്ച ആശയവിനിമയ ശേഷിയുണ്ട്. അവർക്ക് തങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായും ഫലപ്രദമായും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇത് അവരെ നല്ല അധ്യാപകരും ഉപദേശകരുമാക്കുന്നു. അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം ഈ നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതയാണ്. അവർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും തങ്ങളുടെ അറിവ് വികസിപ്പിക്കാനും ശ്രമിക്കും. പുണർതം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ ആഴമായ താല്പര്യമുണ്ട്. അവർക്ക് മതപരമായ കാര്യങ്ങളിലും തത്വചിന്തയിലും ആഴത്തിലുള്ള അറിവുണ്ടാകും. മറ്റുള്ളവരോട് ദയയും സ്നേഹവും ഉള്ളവരായിരിക്കും ഇവർ. സഹജീവികളോട് അനുകമ്പ കാണിക്കുകയും അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യും. ഇവർ പൊതുവെ ശുഭാപ്തി വിശ്വാസികളായിരിക്കും. പ്രതിസന്ധികളിൽ പോലും പോസിറ്റീവായി ചിന്തിക്കാനും മുന്നോട്ടു പോകാനും ഇവർക്ക് കഴിയും. പുണർതം നക്ഷത്രക്കാർക്ക് നല്ല സാമൂഹിക ഇടപഴകൽ കഴിവുകളുണ്ട്. അവർക്ക് എളുപ്പത്തിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ളവ നിലനിർത്താനും കഴിയും. യാത്രകളും സാഹസികതകളും ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പൊതുവെ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും. എന്നാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. മഞ്ഞ, ഓറഞ്ച്, സ്വർണ്ണ നിറങ്ങൾ പുണർതം നക്ഷത്രക്കാർക്ക് ഭാഗ്യകരമാണ്. ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വീടിന്റെ ഇന്റീരിയറിൽ ഉപയോഗിക്കുന്നതും നല്ലതാണ്. മഞ്ഞ പുഷ്യരാഗമാണ് പുണർതം നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം. ഇത് ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. എന്നാൽ രത്നം ധരിക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് ഉചിതമാണ്. വ്യാഴാഴ്ചകളിൽ ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശുഭകരമാണ്. വ്യാഴവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ഓം ബൃഹസ്പതേ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ഗുണകരമാണ്. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം ശുദ്ധമായി സൂക്ഷിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. അധ്യാപനം, ബാങ്കിംഗ്, നിയമം, ആത്മീയ കാര്യങ്ങൾ, ഉപദേശം നൽകുന്ന ജോലികൾ, സാമ്പത്തിക രംഗം എന്നിവ പുണർതം നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകും. പുണർതം നക്ഷത്രക്കാർക്ക് ചില ദോഷവശങ്ങളുമുണ്ട്. അവ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇവർക്ക് മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കാനുള്ള പ്രവണതയുണ്ട്. ഇത് ചിലപ്പോൾ ചൂഷണങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കാതെ സൂക്ഷിച്ചു പെരുമാറണം. ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ധൂർത്തായി പെരുമാറാൻ സാധ്യതയുണ്ട്. പണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ അലസതയും മടിയും ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് അവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താം. കൃത്യമായ ലക്ഷ്യങ്ങളും അതിനായുള്ള പ്രയത്നങ്ങളും അത്യാവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ, പ്രമേഹം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വ്യായാമം ചെയ്യുകയും വേണം. ചില സമയങ്ങളിൽ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയവിനിമയത്തിലെ വ്യക്തതയും ക്ഷമയും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അറിവും വിജ്ഞാനവും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. എളിമയോടെ പെരുമാറാൻ ശ്രദ്ധിക്കണം.
പുതിയ സാഹചര്യങ്ങളോടും മാറ്റങ്ങളോടും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും. പുണർതം നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷങ്ങളെ കുറയ്ക്കാനും ജീവിതത്തിൽ കൂടുതൽ വിജയം നേടാനും സഹായിക്കുന്ന ചില പരിഹാര മാർഗങ്ങൾ നോക്കാം. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. ഈ ദിവസം ഗുരുവിനെ ആരാധിക്കുകയും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴദശയോ അപഹാരമോ ഉള്ളവർ വ്യാഴഹോമം നടത്തുന്നത് നല്ലതാണ്. ഇത് ദോഷങ്ങളെ കുറയ്ക്കാനും ഗുണപരമായ ബലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വിജയവും സമാധാനവും നൽകും. മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് സമ്പത്ത്, അറിവ് എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരു ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ധരിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വ്യാഴത്തിന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകും. വ്യാഴക്ഷേത്രങ്ങൾ, ഉദാഹരണത്തിന് ആലുവയിലെ മഹാദേവ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിനെ ആരാധിക്കുന്നത് ഗുണകരമാണ്. മഞ്ഞ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. പ്രത്യേകിച്ച് സാധുക്കൾക്കും വിദ്യാർത്ഥികൾക്കും ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. സാത്വികമായ ജീവിതശൈലി നയിക്കുന്നതും അഹിംസ, സത്യസന്ധത തുടങ്ങിയ മൂല്യങ്ങൾ പാലിക്കുന്നതും വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. ഓം ബൃഹസ്പതിയെ നമഃ അല്ലെങ്കിൽ ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ദിവസവും ധ്യാനം ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകും. ഇത് പ്രതികൂല ചിന്തകളെ അകറ്റാനും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും സഹായിക്കും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും. പ്രത്യേകിച്ച് പൂജാമുറിയും വടക്ക് കിഴക്ക് ഭാഗവും ശുചിയായി സൂക്ഷിക്കുക. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അവ തിരുത്താൻ ശ്രമിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവ സവിശേഷതകൾക്കും കഴിവുകൾക്കും അനുയോജ്യമായ നിരവധി തൊഴിൽ മേഖലകളുണ്ട്. അറിവ് പങ്കുവെക്കാനുള്ള കഴിവ് കാരണം ഇവർക്ക് മികച്ച അധ്യാപകരാകാൻ കഴിയും. നല്ല സംസാരശേഷി ഉള്ളതുകൊണ്ട് പ്രഭാഷണ രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യവും നല്ല ആശയവിനിമയ ശേഷിയും ഇവരെ നല്ല ഉപദേശകരാക്കും. നിയമരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ജഡ്ജിമാർ, അഭിഭാഷകർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ. സാമ്പത്തിക കാര്യങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ട് ബാങ്കിംഗ്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യാൻ കഴിയും. സാഹിത്യത്തിലും എഴുത്തിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. എഴുത്തുകാർ, പത്രാധിപർ, പ്രസാധകർ എന്നീ നിലകളിൽ പ്രവർത്തിക്കാൻ കഴിയും. ആത്മീയ കാര്യങ്ങളിൽ ആഴമായ താല്പര്യമുള്ളതുകൊണ്ട് പൂജാരിമാർ, ആത്മീയ നേതാക്കൾ, യോഗ പരിശീലകർ എന്നീ നിലകളിൽ പ്രവർത്തിക്കാം. അറിവിനോടുള്ള ദാഹം കാരണം ഗവേഷണ രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. യാത്രകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നല്ല ആശയവിനിമയ ശേഷിയുള്ളതുകൊണ്ടും വിദേശകാര്യ രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ പുണർതം നക്ഷത്രക്കാർ പൊതുവെ സ്നേഹമുള്ളവരും ഉത്തരവാദിത്തമുള്ളവരുമായിരിക്കും. ഒരു നല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജ്യോതിഷപരമായി പൊരുത്തം നോക്കുന്നത് നല്ലതാണ്. ഭരണി, മകയിരം, തിരുവാതിര, ഉത്രം, ചിത്തിര, വിശാഖം, അനിഴം, മൂലം, അവിട്ടം, ഉത്രട്ടാദി നക്ഷത്രക്കാർ ഇവർക്ക് പൊതുവെ നല്ല പൊരുത്തമുള്ളവരായിരിക്കും. കുട്ടികളെ സ്നേഹിക്കുകയും അവരെ നന്നായി വളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകും. മാതാപിതാക്കളോട് ബഹുമാനവും സ്നേഹവും ഉള്ളവരായിരിക്കും. അവരുടെ കാര്യങ്ങൾ നോക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കും. പുണർതം നക്ഷത്രക്കാർ പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും. എന്നിരുന്നാലും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി എന്നിവ വരാൻ സാധ്യതയുണ്ട്. കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രമേഹ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണ നിയന്ത്രണം ആവശ്യമാണ്. ജലദോഷം, ചുമ, ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ കൃത്യമായ വ്യായാമം, സമീകൃത ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ അത്യാവശ്യമാണ്. യോഗ, പ്രാണായാമം എന്നിവ ശ്വാസകോശ ആരോഗ്യത്തിന് നല്ലതാണ്. വ്യാഴാഴ്ച പുണർതം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ്. വടക്ക് കിഴക്ക് ദിശ പുണർതം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. മുളയാണ് ഈ നക്ഷത്രത്തിന്റെ വൃക്ഷം. മുളങ്കാടുകൾ സംരക്ഷിക്കുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. പക്ഷി ഹംസമാണ്. പൂച്ചയാണ് പുണർദത്തിന്റെ മൃഗം. പുണർതം നക്ഷത്രക്കാർ വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളവരാണ്. അവരുടെ ഭാഗ്യസംഖ്യയായ 3 ജീവിതത്തിൽ പല രീതിയിലും പ്രയോജനപ്പെടുത്താൻ കഴിയും. അറിവ്, വിജ്ഞാനം, ദയ, സ്നേഹം, ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം അവരുടെ പ്രധാന സ്വഭാവ സവിശേഷതകളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനും സാധിക്കും. ഏതൊരു ജ്യോതിഷ പ്രവചനങ്ങളും പൊതുവായവയാണെന്നും വ്യക്തിയുടെ ഗ്രഹനില അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും ഓർക്കുക. വ്യക്തിഗതമായ ഉപദേശങ്ങൾക്കായി ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത് എപ്പോഴും ഉചിതമാണ്.